രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം ഫ്രീസറില്ലാതെ കൊണ്ടുപോയ സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് നൽകണമെന്ന് കണ്ണൂർ ജില്ലാ കലക്ടറോട് റവന്യൂ മന്ത്രി പി അനിൽകുമാർ ആവശ്യപ്പെട്ടു. ഇന്ന് തന്നെ അന്വേഷണ റിപ്പോർട്ട് നൽകണമെന്നാണ് നിർദ്ദേശം. രാജേഷിന്റെ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്നും റവന്യൂ വകുപ്പ് മന്ത്രി പറഞ്ഞു. കണ്ണൂരിൽ രക്ഷാപ്രവർത്തനത്തിന്റെ ജീവൻ വെടിഞ്ഞ രാജേഷിന്റെ മൃതദേഹം ഫ്രീസറില്ലാതെ ആംബുലൻസിൽ നാട്ടിലേക്ക് അയച്ചുവെന്ന സംഭവത്തിലാണ് എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കലക്ടറോട് റവന്യൂ മന്ത്രി ആവശ്യപ്പെട്ടത്. രാജേഷിന്റെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകാൻ കണ്ണൂർ ജില്ലാ കലക്ടർ നിർദ്ദേശിച്ചിരുന്നു. പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് അന്വേഷിക്കുമെന്നും മന്ത്രി പറഞ്ഞു. മറ്റുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് രാജേഷിന്റെ ജീവൻ നഷ്ടപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഏതെല്ലാം രീതിയിൽ ഗവൺമെന്റ് സഹായിക്കാൻ കഴിയുമോ അതൊക്കെ ഗവൺമെന്റ് സഹായിക്കും. പിന്നെ ഇന്നിപ്പോൾ നിങ്ങൾ പറയുന്ന ഈ ആക്ഷേപവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ അതിന് വിവരം ലഭിച്ചിരുന്നു. ആ വിവരം ലഭിച്ച ഉടനെ തന്നെ ജില്ലാ കളക്ടറോട് ഞാൻ നേരിട്ട് സംസാരിച്ച് റിപ്പോർട്ട് ചോദിക്കുകയും ചെയ്തു. ജില്ലാ കളക്ടർ പറഞ്ഞത് അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തിരുന്നു. ഏത് രീതിയിലാണോ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കേണ്ടത് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ കൊടുത്തതാണ്. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. രാജേഷിന്റെ കുടുംബത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു നൽകും. അടുത്ത മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു. കേരള വിഷൻ, മലപ്പുറം.